next topic or next chapter is Liouville's theorem and the fundamental theorem of algebra. You can pronounce it Liouville's or Liouville's. Okay, we are going with the Liouville's theorem and the fundamental theorem of algebra. Okay, അപ്പോൾ നമ്മൾ ലൗലീസ് തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കോഷീസ് ഇനീക്വാലിറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഒരു തിയറം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. തിയറം കോഷീസ് ഇനീക്വാലിറ്റി ഫോർ എഫ് റേസ് ടു എൻ ഓഫ് സെഡ് നോട്ട്. എഫ് റേസ് ടു എൻ ഓഫ് സെഡ് നോട്ട് എന്താണ്? നമ്മുടെ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് അറ്റ് ദി പോയിന്റ് സെഡ് നോട്ട്. ഓക്കെ, നമുക്ക് തിയറം സ്റ്റേറ്റ് ചെയ്യാം. Suppose that a function f is analytic inside and on a positively oriented circle CR centered at the z node with the radius r. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് എഫ് എന്ന ഫംഗ്ഷൻ എന്താണ്? ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ ആയിട്ടുള്ള സി ആർ, അതിൻ്റെ സെൻറ്റർ സെഡ് നോട്ട് ആയിട്ട് വരുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആർ ആയിട്ട് വരുന്നത്. അതിലെന്താണ് ആ ഫംഗ്ഷൻ അതിൻ്റെ ഉള്ളിലും അതുപോലെ ആ സർക്കിളും എന്താണ്? അനാലിറ്റിക് ആണ്. ഇഫ് എം ആർ ഡിനോട്ട് ദി മാക്സിമം വാല്യൂ ഓഫ് മോഡ് എഫ് ഓഫ് സെഡ്, അതായത് നമ്മുടെ എഫ് ഓഫ് സെഡിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എം ആർ ആണ് ഓൺ ദി കർവ് സി ആർ. ഓക്കെ, ദെൻ മോഡ് എഫ് റേസ് ടു എൻ ഓഫ് സെഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ആർ ബൈ ആർ റേസ് ടു എൻ വെർ എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ nth ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദി പോയിന്റ് സെഡ് നോട്ടിൻ്റെ മോഡുലസ് വാല്യൂ വരിക ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ആർ ബൈ ആർ റേസ് ടു എൻ ആയിരിക്കും. ബട്ട് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഓറിയൻറ്റഡ് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. എൻ എന്ന് പറഞ്ഞാൽ nth ഡെറിവേറ്റീവ്. ആൻഡ് എം ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ആർ ഡിനോട്ട് ദി മാക്സിമം വാല്യൂ ഓഫ് മോഡ് എഫ് ഓഫ് സെഡ് ഓൺ ദി സി ആർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ പ്രൂഫ് ആവശ്യമുണ്ട്. സോ ഹിയർ എഫ് ഈസ് അനാലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ സി ആർ അല്ലേ, സെൻറ്റർഡ് അറ്റ് ദി സെറ്റ് നോട്ട് ആൻഡ് റേഡിയസ് ആറിൽ എന്താണ്? എഫ് അനാലിറ്റിക് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോഷി ഇൻറ്റഗ്രൽ ഫോർമുല വെച്ച് നമുക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ എല്ലാ ഓർഡേഴ്സ് ഓഫ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? അനാലിറ്റിക് ആയിരിക്കും. ദെൻ അതിൽ നിന്ന് നമുക്ക് എഫ് റേസ് ടു എൻ ഓഫ് സെഡ് നോട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. സോ ഹിയർ എഫ് ഈസ് അനാലിറ്റിക് ആൻഡ് ഇൻസൈഡ് ആൻഡ് ഓൺ ദി സർക്കിൾ സി ആർ അല്ലേ. ഹെൻസ് ബൈ തിയറം, ഏത് തിയറമാണ്? കോഷി ഇൻറ്റഗ്രൽ തിയറം. ഡെറിവേറ്റീവ് ഓഫ് ഓൾ ഓർഡേഴ്സ് ഓഫ് എഫ് ഓഫ് സെഡ്സ് ആർ അനാലിറ്റിക് അല്ലേ. അതെന്തായിരിക്കും? ഓൾ ഓർഡേഴ്സ് ഓഫ് എഫ് ഓഫ് സെഡ് എന്തായിരിക്കും? അതിൻ്റെ ഡെറിവേറ്റീവ് അനാലിറ്റിക് ആയിരിക്കും. ദെൻ എഫ് റേസ് ടു എൻ ഓഫ് സെഡ് നോട്ട് നമുക്കറിയാം ഇതിൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ 2 pi ഇൻറ്റു ഇൻറ്റഗ്രൽ സി ആർ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു ഡി സെഡ് വെർ എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര ആണ് അല്ലേ. നമുക്കറിയാവുന്നതാണ് ഇതിൽ എൻ ഈക്വൽ ടു 0 ആകുമ്പോൾ കോഷി ഗോസാറ്റ് തിയറം ആയിട്ട് മാറും. കോഷി ഗോസാറ്റ് തിയറത്തിന് ഒരു സ്പെഷ്യൽ കേസാണ് കോഷി ഇൻറ്റഗ്രൽ ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും എന്താ നമ്മൾ മോഡുലസ് എടുക്കുന്നു. ഹെൻസ് മോഡ് എഫ് റേസ് ടു എൻ ഓഫ് സെഡ് നോട്ട് ഈക്വൽ എന്തായിട്ട് മാറും? മോഡ് എൻ ഫാക്ടോറിയൽ ബൈ 2 pi ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു ഡി സെഡ്. അത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് എടുത്തു. നമുക്ക് തന്നിട്ട് നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് ആർ ആണ്. സിൻസ് മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ആർ ആൻഡ് സിൻസ് എം ആർ ഇസ് ദി മാക്സിമം വാല്യൂ ഓൺ സി ഫോർ സെഡ് ബിലോങ്സ് ടു സി ആർ അല്ലെ. നമ്മുടെ കർവിൽ എഫ് ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എം ആർ ആണ്. ദെൻ മോഡ് എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് 1 എന്നതായിട്ട് മാറും. മോഡ് എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് 1 മോഡ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ക്ലോസ് ടു എൻ പ്ലസ് 1. മോഡ് എഫ് ഓഫ് സെഡ് എന്നാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ആണ്. സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് 1 എന്തായിട്ട് മാറും? സെഡ് മൈനസ് സെഡ് നോട്ട് എന്നാൽ ആർ ആണ്. സോ ഈ ഇനീക്വാലിറ്റി എന്തായിട്ട് മാറും? ഈ സാധനം എന്തായിട്ട് മാറും? മോഡ് എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആർ ബൈ ആർ റേസ് ടു എൻ പ്ലസ് 1 വരും. ഇത് നമ്മുടെ മുകളിലത്തെ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? മോഡ് എഫ് റേസ് ടു എൻ ഓഫ് സെഡ് നോട്ട് എന്തായിട്ട് മാറും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ 2 pi ഇൻറ്റു എം ആർ ബൈ ആർ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി ഡി സെറ്റ് വരും. ഓക്കെ, ദെൻ നമുക്കറിയാവുന്നതാണ് ആൾസോ ബീങ് ദി ലെങ്ത് ഓർ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ആർ. അതിൻ്റെ സർക്കംഫറൻസ് എന്തായിട്ട് മാറും? ഇൻറ്റഗ്രൽ ഓവർ സി ഡി സെഡ് ഈക്വൽ ടു 2 pi r വരും. സോ ഈ ഇക്വേഷൻ ഇൻറ്റഗ്രൽ ഓവർ സി ഡി സെഡ് എന്തായിട്ട് മാറും? 2 pi r ആയിട്ട് മാറും. ദെൻ ഇക്വേഷൻ 2 become mod f raised to n of z naught which is less than or equal to n factorial by 2 pi into m r by r raised to n plus 1 into 2 pi r that's equal to നമുക്ക് ഇവിടുന്ന് 2 pi ഈ 2 pi ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു r ഉണ്ട്, ഇവിടെ r raised to n plus 1 നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ r വരും. സോ ദാറ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും? mod f raised to n of z naught less than or equal to n factorial into m r by r raised to n വരും. അതാണ് നമ്മളുടെ കോഷി ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ അത് ഇനീക്വാലിറ്റിയിൽ n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ കോഷി ഇനീക്വാലിറ്റി എന്തായിട്ട് മാറും?
mod f raised mod f raised to n അത് n equal to 1, then mod f dash of z naught less than or equal to mr by capital R. Okay, then നമ്മൾ ലവ്ലീസ് തിയറം എന്താണ് സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ലവ്ലീസ് തിയറം ഓർ ലയോവില്ലീസ് തിയറം എന്ന് നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. ഓക്കെ, so if a function f is entire and bounded in a complex plane, then f of z is constant throughout the plane. നമുക്ക് തന്നിട്ട് എന്താണ് f entire function. What do you mean by entire function? അതെന്തായിരിക്കും? entire complex plane എന്താണ് അത് അനാലിറ്റിക് ആണ് എങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? entire function ആയിരിക്കും. ഓക്കെ, and is bounded in the complex plane, then f of z constant throughout the plane. അപ്പോൾ f എന്ന ഫംഗ്ഷൻ നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ ബൗണ്ടഡ് ആകുമ്പോൾ തന്നെ f entire ഫംഗ്ഷൻ ആണ് എങ്കിൽ ആ എഫ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദ പ്ലെയിൻ. ദെൻ ദി ഓൺലി ബൗണ്ടഡ് എൻറ്റർ ഫങ്ഷൻസ് ആർ കോൺസ്റ്റന്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ദാറ്റ് ഈസ് ദ ഓൺലി ബൗണ്ടഡ് എൻറ്റർ ഫങ്ഷൻസ്. ബൗണ്ടഡ് എൻറ്റർ ഫങ്ഷൻസ് ഏതാണ്? കോൺസ്റ്റന്റ് ഫങ്ഷൻ മാത്രമേ എന്ത് ചെയ്യും? ദ ഓൺലി ബൗണ്ടഡ് എൻറ്റർ ഫങ്ഷൻസ് ആർ കോൺസ്റ്റന്റ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാണ്ട്. സിൻസ് എഫ് ഈസ് എൻറ്റർ അല്ലെ, എഫ് എൻറ്റർ ഫങ്ഷൻ ആണ്. എഫ് എൻറ്റർ ഫംഗ്ഷൻ എന്താണ്? അത് എല്ലായിടത്തും എന്തായിരിക്കും? അനാലിറ്റിക് ആയിരിക്കും. സോ ബൈ കോഷീസ് ഇനീക്വാലിറ്റി എന്ത് ചെയ്യും? ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർ എനി ചോയ്സ് ഓഫ് സെഡ് നോട്ട് ആൻഡ് ആർ, ആർ എന്താണ്? നമ്മൾ എടുക്കുന്ന ആ സർക്കിളിൻ്റെ റേഡിയസ്. ദ ബൗണ്ടഡ് കണ്ടീഷൻ ടെൽ us that the non negative constant m exists such that mod f of z less than or equal to m ആയിട്ട് അതായത് നമ്മുടെ എഫിൻ്റെ എല്ലാ എഫ് ബൗണ്ട് ചെയ്തിരിക്കുന്നത്, അതായത് എഫിൻ്റെ മാക്സിമം വാല്യൂ പറഞ്ഞാൽ എം ആണ് വരിക. നമ്മൾ കൊടുക്കുന്നത് ഫോർ ഓൾ z, അത് കോഷി ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ദെൻ എം ആർ ഇസ് ദി പ്രീവിയസ് റിസൾട്ട്. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എം ആർ ആയിട്ടിരുന്നു, ഇവിടെ നമ്മൾ എം എടുത്തു. ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് മോഡ് എഫ് ഓഫ് സെഡ് ഓൺ സി ആൻഡ് ഇക്വേഷൻ 1 become this maximum value must be less than m, then mr less than or equal to m നമുക്ക് കിട്ടും. It follows that Cauchy's theorem mod f dash of z not less than or equal to mr by r ഉണ്ട്. mr എന്താണ്? less than or equal to m ആയതുകൊണ്ട് ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? less than or equal to m by r വരും. Since the above inequality is true for arbitrary large r, അല്ലെ r വലുതാവും തോറും അത് ട്രൂ ആണ്, then we get f dash of z not equal to 0. Since the choice of z not was arbitrary, this means the f dash of z not equal to 0 everywhere in the complex plane. f dash of z not equal to 0 ആണ് നമ്മളുടെ r നമ്മൾ വെരി ലാർജ് നമ്പർ എടുക്കും, r tending to infinity ആകുമ്പോൾ 1 by r എന്തായിട്ട് മാറും? 0ലേക്ക് ടെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് f dash of z not equal to 0 ആയിട്ട് മാറും. ഓക്കെ, then f dash of z not equal to 0 everywhere 0 ആവുമെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എല്ലായിടത്തും 0 ആവുമെന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഹെൻസ് എഫ് ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആൻഡ് വി കംപ്ലീറ്റ് പ്രൂഫ്. അപ്പോൾ ബൗണ്ടഡ് എൻറ്റർ ഫംഗ്ഷൻസ് ഏതാ വരിക? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ മാത്രമേ ബൗണ്ടഡ് എൻറ്റർ ഫംഗ്ഷൻസ് വരുള്ളൂ. അതാണ് ലവ്ലീസ് തിയറം. ഓക്കെ, ക്ലിയർ? ഇത് നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.